ചേതന FM 90.8 ഇനി കേൾക്കാം പിങ്ക് ഡയറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ആര്യ. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ചേതന FM 90.8 പിങ്ക് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആര്യ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അലീഷ എസ്താഷ്. ഡോക്ടർ, വെൽക്കം ടു അവർ സ്റ്റുഡിയോ. താങ്ക് യു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട്? എങ്ങനെയുണ്ട്? ഗുഡ് എക്സ്പീരിയൻസ്, നല്ലതാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല ഗ്രോയിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. താങ്ക് യു. ആൻഡ് ഡെർമറ്റോളജിസ്റ്റ് ആണ്, കോസ്മെറ്റോളജിസ്റ്റ് ആണ്. ശരിക്കും നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രമാത്രം അത് ഇമ്പോർട്ടൻസ് ആണെന്ന് മാമിന് അറിയാലോ. ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആദ്യം ഉണ്ടായ ഒരു റീസൺ അത് തന്നെ ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ളൊരു കാരണം? അതിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ പാഷൻ തന്നെയാണ്. ഞാനൊരു MBBS ഡോക്ടർ ആണെങ്കിലും എനിക്ക് സ്പെഷ്യലൈസിങ് എന്ന് പറയുന്നത് സ്കിന്നിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനോടുള്ളൊരു ഓവർ താല്പര്യവും പാഷനും കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ സമയം വർക്ക് ചെയ്യാനും കൂടുതൽ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനും ഒക്കെ നിൽക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനും അതുവഴി നമുക്ക് നമ്മുടെ ജോബിലാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ എല്ലായിടത്തും നമുക്കൊരു ഗുഡ് പോസിറ്റിവിറ്റി, അതുപോലെ ഇപ്പോൾ ജോബിൽ പെട്ടെന്ന് നല്ലൊരു അപ്ലിഫ്റ്റ്മെന്റ്, അതെല്ലാം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം കേട്ടോ, പുരുഷന്മാരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കും ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ടു മേക്ക് പീപ്പിൾ ബ്യൂട്ടിഫുൾ. സോ അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഈ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവർ ഡിസീസ് ക്യൂർ ചെയ്യുന്ന ഏരിയ മാത്രമല്ല, എസ്തെറ്റിക്കലി കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി അവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൂട്ടുക എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് മീ ഹാപ്പി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരാൻ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് മാം ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ കായംകുളത്ത് തന്നെ എബനൈസറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ എവിടെയൊക്കെയാണ് മാം വർക്ക് ചെയ്യുന്നത്? ഞാൻ MTMM മിഷൻ ഹോസ്പിറ്റൽ ശാസ്താംകോട്ട. അത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ എല്ലാ ഡേയിലും ഉണ്ട്, എവ്രി ഡേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രശാന്തി ഹോസ്പിറ്റൽ, ചക്കുവള്ളിയിലുള്ള പ്രശാന്തി ഹോസ്പിറ്റലിലുണ്ട്. പിന്നെ അതുപോലെ ഞാൻ മെഡിസിം ഹോസ്പിറ്റൽ കുറ്റിവട്ടത്തുള്ള മെഡിസിമിലുണ്ട്. പിന്നെ ഞാൻ കൊല്ലം അഞ്ചൽ വിമൻ ആൻഡ് ചൈൽഡ് മിഷൻ ഹോസ്പിറ്റലിലുണ്ട്. പിന്നെ MGM ഹോസ്പിറ്റൽ പുത്തൂർ ഉണ്ട്. സോ ഇവിടെ വീട്ടിലെ കൺസൾട്ടേഷൻ പുതിയ കാവ്. അത് ഞാൻ വീട്ടിലെ കൺസൾട്ടേഷൻ തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ പേഷ്യൻസ് തന്നെ കുറേ പേര് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആയിട്ടുള്ള, എപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു സ്കിൻ ഡിസീസ് വന്നാലും ഓടി വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ളൊരു അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. സോ എവിടെ ഞാൻ പോകുന്ന ഏത് ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആണെങ്കിലും എവിടെയുള്ള പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് എല്ലാ ദിവസവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ ഡോക്ടർ ആവണമെന്ന് എൻ്റെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലും ഒരു കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവ്രി ഡേ എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അവരുടെ കൺസേൺസുമായിട്ട് വരാം. വെനെവർ ദേ ഫീൽ ഡൗൺ, വെനെവർ ദേ ഫീൽ സം എന്താ പറയുക എനി കൈൻഡ് ഓഫ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂ എന്നും വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരാളാണ് നമ്മുടെ അലീഷ ഡോക്ടർ. ആ ഒരു തിരക്കുള്ളൊരു സമയത്തും ഇവിടെ വരാൻ കാണിച്ച് അല്ലെങ്കിൽ വിളിച്ചപ്പോൾ ഉറപ്പായിട്ടും എത്താം എന്ന് പറഞ്ഞതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ പറയുകയാണ് കേട്ടോ. മാം, നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട് എപ്പോഴും സ്ത്രീകളുടെ സ്കിൻ എപ്പോഴും ഫെയർ ആയിരിക്കണം എന്നൊരു സോഷ്യൽ പ്രഷർ ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും മാമിന് തോന്നിയിട്ടുണ്ടോ ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക്? കുറച്ചൊക്കെ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചേഞ്ച് ഓഫ് തോട്ട് കൊണ്ടുവരേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഫെയർ സ്കിൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഹെൽത്തി സ്കിൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ശരിക്കും വരണം. കാരണം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഫെയർനെസ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് നമ്മുടെ ഹെൽത്തി ഡയറ്റ് തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ സ്കിൻ്റെ ടോൺ മാറ്റുന്നതാണ് എന്നുള്ളതും കൂടി നമ്മൾ അറിയുക. അതുപോലെ തന്നെ ശരിക്കും ബ്യൂട്ടിഫുൾ ഫെയർ സ്കിന്നിനെക്കാട്ടിലും ഹെൽത്തി സ്കിൻ, ദാറ്റ് മീൻസ് നമുക്ക് വലിയ ഇപ്പോൾ ഈ ഡിസീസസ് ലൈക്ക് കരിമംഗലം പോലെയുള്ള മെലാസ്മ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള കണ്ടീഷൻസ്, മുഖക്കുരു മാറുക, മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് സ്കിന്നല്ലേ ഈവൻ ആയിട്ട് നല്ലൊരു ഹെൽത്തി ഗ്ലോ കൊണ്ടുവരിക എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ശരിക്കും പോകേണ്ടത്.
തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഫെയർ സ്കിൻ ആൻഡ് ഡസ്കി സ്കിൻ, ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കമ്പാരിസണിനെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെയാണോ? ഡസ്കി സ്കിൻ എന്ന് പറയുന്നതും ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ഇപ്പം നമുക്കറിയാം പുറത്തൊക്കെയുള്ള മോഡൽസ് ഒക്കെ തന്നെ ഡസ്കി സ്കിന്നുള്ള മോഡൽസ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും ആ ഒരു കൺസെപ്റ്റിലേക്കും കൂടി വരണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഏതൊരു ടൈപ്പ് ഓഫ് സ്കിൻ ടോൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ബ്യൂട്ടിഫുൾ ആവാൻ ഒരുപാട് വഴികൾ വേറെയുണ്ട്. ആദ്യം നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കുക എന്ന് പറയുന്നത്, അതായത് നമുക്ക് പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറി നല്ല ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ബ്രൈറ്റർ ആക്കാൻ, കുറച്ചും കൂടി ഹെൽത്തി ആക്കാനായിട്ട് നമുക്ക് വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈല് മാറ്റാം. ലൈക്ക് നമ്മുടെ നോർമലി ഓർഡിനറി ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു കേരള തനിമയല്ല, ഒരു ടൈപ്പ് ഓഫ് അപ്പിയറൻസ് ഉണ്ട്, നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതായത് രാവിലെ തന്നെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തീർച്ചയായിട്ടും ഒഴുകി നിൽക്കണം എന്നുള്ളൊരു തോന്നലാണോ? തീർച്ചയായിട്ടും. ഈ എണ്ണ എന്ന് പറയുന്ന സാധനം എന്തൊക്കെ സ്കിൻ ഡിസീസസ് കൂട്ടും എന്നറിയോ? ഡാൻഡ്രഫ് കൂട്ടും. ഓയിൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഡാൻഡ്രഫിന് ഭയങ്കര ഇഷ്ടമാണ് ഓയിലി ഏരിയ. അപ്പം അതുകൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് കൂടും. അതും ഓയിൽ തേക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ പോവുകയും ചെയ്യും. ഹെയർ ഫോൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിയുന്നത്. രണ്ടാമത്, ഈ ഓയിൽ ഒരുപാട് നമ്മുടെ ഫേസ് സ്കിന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖത്തെ തേമൽ പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. അവിടെയും നമ്മുടെ ഫംഗസിന് ഏറ്റവും ഇഷ്ടം ഓയിലി ഏരിയ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ഈ പറയുന്ന പോലെ ഓയിൽ ഒരുപാട് തേച്ചത് കൊണ്ട് പണ്ടത്തെ ഒരു മിസ്കൺസെപ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഓയിൽ തേച്ചാൽ നമ്മുടെ ഹെയർ വളരും എന്നുള്ളത്. ഹെയർ ശരിക്കും നമുക്ക് ഹെയറിൽ നമ്മൾ ഓയിൽ തേക്കുമ്പോൾ സ്കാൽപ്പ് മസാജ് കൊണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വരും എന്നുള്ളതല്ല. അത് ഒരുപാട് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നമാണ്. ഒരുപാട് വേണ്ട, ആവശ്യത്തിന് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ഒരു 30 minutes ഒക്കെ കഴിഞ്ഞിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയാം നമുക്ക്. പിന്നെ നമുക്ക് ഫ്രിസി ആയിട്ട് ഹെയർ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ്, കണ്ടീഷണറൊക്കെ, നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ലൈക്ക് ഗ്രോ ചെയ്ത് വരുന്ന ഹെയറിൽ നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം. ലൈക്ക് അങ്ങനെ ഒരു ഇതിലേക്ക്, അല്ലാതെ നമ്മൾ ഒരുപാട് ഓയിലൊക്കെ ആയി കഴിഞ്ഞാൽ അതും ഇഷ്യൂ ആണ്. ഇപ്പം നമ്മൾ പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ ഓയിലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് തലയിൽ എണ്ണ തേക്കാതിരുന്ന് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലെത്രമാത്രം സത്യാവസ്ഥയുണ്ട്? അത് ഡിപ്പെൻസ് കേട്ടോ. അത് ഓരോരുത്തരുടെ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും. അതിന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റണമെന്നില്ല. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിലപ്പോൾ സ്കാൽപ്പ് ഡ്രൈനെസ് കൊണ്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്നതായിരിക്കാം. ജനറലായിട്ട് അങ്ങനെ നമുക്ക് പറയണമെന്നില്ല. അപ്പോൾ അത് എക്സെപ്ഷണൽ ആണല്ലേ? അതെ അതെ. ഓക്കെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു കാര്യം ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. അതായത് ഡസ്കി സ്കിന്നിനെ കുറച്ചുകൂടെ ഫെയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂട്ടാതയോൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫെയർനെസ് ആകും എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അപകടവും ഒക്കെ എന്തൊക്കെയാണ് മാം? തീർച്ചയായിട്ടും നമ്മൾ ഗ്ലൂട്ടാതയോൺ എന്ന് മാത്രമല്ല, സ്കിൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ നമ്മളൊരു പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റിൻ്റെ സർവൈലൻസിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെയും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ പോകുന്ന ഡോക്ടർ സ്കിൻ ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റ് ആണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കാം. അതായത് MBBS MD DVL എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡിഗ്രി. അപ്പം അതാണ് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടത്. അതിൽ തന്നെ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആന്റി ഏജിങ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുന്നത്, നമുക്ക് നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ഫെയർനെസ് തരുന്ന, നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. പണ്ട് കാലത്ത് ലിവർ ഡിസീസസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു ലിവർ പ്രൊട്ടക്ടറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന പേഷ്യൻസിൽ നല്ലൊരു ഹെൽത്തി ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇതിന് നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിലേക്ക് ഒരു അങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ വന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഡെർമ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗ്ലൂട്ടാതയോൺ വരുന്നത്. അങ്ങനെ ഒരു പഠനവും കൂടെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നില്ല. കാരണം ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യാണ്ട് ഇപ്പുറത്ത് സോഷ്യൽ മീഡിയ വഴി മാത്രം കാണുന്ന ഇൻഫർമേഷൻസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ എത്രമാത്രം ഒരു എന്താ പറയുക ഒരു ട്രൂത്ത് ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ മാമിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് തന്നെ നമ്മൾ അതെടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിപ്പോൾ അതായത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാതെയൊക്കെ നമ്മൾ ഗ്ലൂട്ടാതയോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ
ലൈക്ക് സം സോർട്ട് ഓഫ് സൈഡ് എഫക്ട്സ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് അണ്ടർ എ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര ഡ്യൂറേഷൻ എടുക്കണം, എങ്ങനെ എടുക്കണം, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു സ്കിൻ ഡോക്ടർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവരുടെ അണ്ടറിലെടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗുഡ് റിസൾട്ട്. യെസ്, തീർച്ചയായിട്ടും. ഇപ്പോൾ മാമിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നോർമലി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ഭൂരിഭാഗം സ്ത്രീകളാണ്. അതിലും ഈ പറയുന്ന പോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ പലപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സമയം അവർക്ക് കിട്ടുന്നില്ല. ഫാമിലി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് പേരായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളോട് ഇപ്പോൾ അവരെ തന്നെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്താണ് മാമിന്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലി, കുട്ടികൾ, അതുപോലെ തന്നെ ഇൻലോസ്, പാരൻസ്, ഇവരെയൊക്കെ മാത്രം നോക്കി നമ്മളെ സ്വന്തമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ, നമുക്കൊരു സെൽഫ് കെയർ കൊടുക്കാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ശരിക്കും പറഞ്ഞാൽ പലരും പറയും എനിക്ക് സമയമില്ല, എനിക്ക് ടൈം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ ആണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും വീട്ടിലുള്ള നമ്മുടെ ജോബ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്കിൻ കെയർ ക്രീം അല്ലെങ്കിൽ ഒരു മാസ്ക് ഒക്കെ നമുക്ക് ഇടയ്ക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അത് നമ്മുടെ ജോബ് ചെയ്തുകൊണ്ട് കൂടെ നടക്കുന്നൊരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ സെൽഫ് കെയറും കൂടി കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും, എന്നാൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ല. നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ ശരിക്കും ഉണ്ടാക്കണം. നമുക്ക് ആരും സന്തോഷം കൊണ്ടുതരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് വേ എന്ന് പറയുന്നത് നല്ലൊരു സ്കിൻ കെയർ, നമ്മുടെ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയുന്നതാണ്. ഹെൽത്തി ബോഡി നമുക്ക് ഡയറ്റിൽ തുടങ്ങാം, സ്കിൻ കെയറിലും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഓരോ ഡേയിലും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഏജ് ആവില്ല. നമ്മുടെ ഏജിലുള്ള മറ്റുള്ളവരൊക്കെ ഏജ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഏജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ആക്ച്വലി അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കും. കാരണം നമ്മളെ കാണുന്ന നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികൾ, നമ്മൾ ഇനി പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ജോബ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമുക്ക് ജോബിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു നമ്മൾ സെൽഫ് കെയർ ചെയ്ത് ബ്യൂട്ടിഫുൾ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രസന്റബിലിറ്റി നന്നായിട്ട് കൂടും. നമ്മുടെ ജോബിലും നമുക്ക് അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവും. നമുക്ക് എല്ലാ രീതിയിലും ബ്യൂട്ടി എൻഹാൻസസ് അവർ സെൽഫ് കോൺഫിഡൻസ്. അത് നമ്മളെ ഹാപ്പി ആക്കും. സോ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ബാലൻസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാം പറഞ്ഞു നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നാച്ചുറലി നമ്മുടെ സ്കിൻ നമുക്ക് ഗ്ലോ ചെയ്യാവുന്ന രീതി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം എന്തായിരിക്കും പറയുന്നത്? കാരണം നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഫെയർനെസ് ക്രീംസ് ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് മാമിന് എന്താണ് പറയാനുള്ളത്? ഓരോരുത്തരുടെയും സ്കിൻ ഓരോ രീതിയിലാണ്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിന്ന് തന്നെയുണ്ട്. ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, കോമ്പിനേഷൻ സ്കിന്നുണ്ട്, നോർമൽ സ്കിന്നുണ്ട്. ആദ്യം അത് ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആണെന്ന് ഒരു ഡെർമറ്റോളജി ഡോക്ടർ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്രോഡക്റ്റ് എടുക്കാൻ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും ചേരണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, കുറേ റിവ്യൂ ഉണ്ട്, എന്നാൽ ഞാനത് വാങ്ങി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് മുഖത്തങ്ങോട്ട് കുരു എല്ലാം കൂടി അല്ലെങ്കിൽ അലർജി ആയി എനിക്ക് എത്ര പേഷ്യൻസ് വരുന്നുണ്ടെന്ന് അറിയാം. അത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, അത് പ്രോപ്പറായിട്ട് ആ സ്കിൻ നോക്കാതെ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ടാണ്. ബട്ട് ഒരു ഡെർമറ്റോളജി ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ അനലൈസ് ചെയ്ത് അവരുടെ സ്കിന്നിന് വേണ്ട പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ഭയങ്കര നല്ലതായിരിക്കും. വെറുതെ നമ്മൾ മറ്റുള്ള ഇതിന് പൈസ കളയും വേണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷനിലൂടെ നമുക്ക് അതെ, തീർച്ചയായിട്ടും പാർശ്വഫലങ്ങളില്ലാതെ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പം ശരിക്കും നമുക്ക് അങ്ങനെ ഒരു കൺസൾട്ടേഷനാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നാച്ചുറൽ ആയിട്ട്, അതായത് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഞാൻ കുറേ നാളെ എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസും സ്കിന്നും ഒന്നും നോക്കുന്നില്ല, എൻ്റെ ബോഡി നോക്കുന്നില്ല. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഓടി, എൻ്റെ വണ്ണം കൂടി, ഞാൻ എൻ്റെ നിറം പോയി, എൻ്റെ കഴുത്ത് കറുക്കുന്നു, മുടി കൊഴിച്ചിലുണ്ടാവുന്നു. ഇതൊക്കെ നമ്മളെ ശരിക്കും ബുദ്ധിമുട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കോൺഫിഡൻസ് കൂടി തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ഒരു ഗുഡ് മേക്ക് ഓവറാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ തന്നെ നമുക്ക് നല്ല ഒരു ഗുഡ് അഡ്വൈസിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരുത്തുന്നു, നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസസ് ചെയ്യുന്നു, പിന്നെ നമ്മളൊരു ഗുഡ് സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ പലർക്കും കുറച്ച് കൺസെപ്റ്റുകളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നതാണ് മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. മേക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാം, അത് പ്രോപ്പറായിട്ട്
നല്ലൊരു നമ്മുടെ സ്കിന്നിന് പറ്റിയ ടൈപ്പിൽ ലൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ പ്രോപ്പറായിട്ട് അത് നൈറ്റൊക്കെ കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ നല്ലൊരു നൈറ്റ് റിപ്പയറിങ് ക്രീം നമ്മൾ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് പറ്റിയ ക്രീം ഒരു ഡെർമറ്റോളജി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ റിപ്പയറിങ് നടന്നോളും. നമുക്ക് അന്നുണ്ടായ ഡാമേജസ്, നമ്മുടെ ഒരു ടാനിങ്, ഇതെല്ലാം നമ്മുടെ ആ നൈറ്റ് ക്രീം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി, ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി എന്തോ ചെയ്തു ഇന്നലെ നൈറ്റ്, ഞാനത് ഇട്ടിട്ട് കിടന്നല്ലോ എന്നൊരു. ആൻഡ് നമ്മൾ ഫേസ് നമ്മൾ മിററിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേസൊക്കെ വാഷ് ചെയ്ത് നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും. അത് നമുക്ക് മോർണിംഗിന് നല്ലൊരു എനർജി ബൂസ്റ്ററാണ്. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും. സോ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഗുഡ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോർണിംഗ് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ലൊരു ഡേ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ നല്ലൊരു സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ഗുഡ് ഫീൽ നമുക്ക് തരും. ഉറപ്പായിട്ടും അതിനോട് ഞാനും യോജിക്കുന്നു. ഇനി എനിക്ക് മാമിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒട്ടുമിക്ക ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും PCOD എന്ന് പറഞ്ഞൊരു ഒരു ഡിസീസ് ഉണ്ട്. അപ്പോൾ ഈ PCODയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും, ഇത് രണ്ടും തമ്മിൽ എത്രമാത്രം കണക്റ്റഡ് ആണ്? PCOD എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ്. ഹോർമോണൽ ഇഷ്യൂസും സ്കിന്നും തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് PCOD റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ആദ്യം വരുന്നത് മുഖക്കുരു. അതും നമുക്ക് താടി ഏരിയയിൽ, ആ ജോ ഏരിയ, ലോവർ ഏരിയയിൽ വരുന്ന റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പിമ്പിൾസ്. അതായത് നമ്മൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോലും നമുക്കതിങ്ങനെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അങ്ങനത്തെ പിമ്പിൾസ് ആണ് ശരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ PCOD ഇവാലുവേഷൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോർമോണൽ ടെസ്റ്റുകളും ഉണ്ടാവും. നമ്മൾ USG അബ്ഡമനൽ അൾട്രാസൗണ്ട് സ്കാനും കൂടി എടുക്കും, നമുക്ക് സിസ്റ്റം എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, അല്ലാതെയും നമുക്ക് സ്കിൻ കണ്ടീഷൻസ് റിലേറ്റഡ് വിത്ത് PCOD എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ്, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. ഈ അക്കാന്തോസിസ് കഴുത്തിൽ മാത്രമല്ല കേട്ടോ, ഫേസിൽ അക്കാന്തോസിസ് വരും. അത് പലർക്കും അറിയില്ല. മുഖത്തെ കറുപ്പ് പലരും വിചാരിക്കും ഇത് കരിമംഗലാണ്. എല്ലാം കരിമംഗലങ്ങളല്ല, അതായത് എല്ലാം മെലാസ്മയല്ല. ഒരുപാട് തരത്തിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ട് നമ്മുടെ ഫേസിൽ. എല്ലാത്തിനും ഈ ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതായത് നമുക്ക് പ്രോപ്പർ ഡോക്ടേഴ്സ് അല്ലാത്തവരാണെങ്കിൽ ചിലർ എല്ലാ കറുപ്പിനെയും ഒരേപോലെ അങ്ങ് ട്രീറ്റ് ചെയ്യും. അങ്ങനെയല്ല, ആദ്യം അത് ഡയഗ്നോസ് ചെയ്യണം. മെലാസ്മ എന്ന് പറയുന്ന കരിമംഗലമാണോ, അതോ ഫേഷ്യൽ അക്കാന്തോസിസ് എന്ന് നമ്മൾ പറയുന്ന നെറ്റിയിൽ കഴുത്തിൽ വരുന്ന പോലത്തെ ഹോർമോണൽ കറുപ്പുകളുണ്ട്, അതാണോ? ഇനി ലൈക്കൻ പ്ലാനസ് പിഗ്മെന്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമുക്ക് അതും ഇതുപോലെ ഫേസിൽ നമുക്ക് കറുപ്പുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്, അതാണോ? ഉക്രനോസിസ് ആണോ? അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. ഇതൊരു ഡെർമറ്റോളജി ഡോക്ടർ സ്പോട്ട് ചെയ്യും. സോ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മുഖത്ത് അങ്ങനെ ഒരു കറുപ്പുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്താൽ ദി വിൽ ഗൈഡ് എങ്ങനെയാണെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല റിസൾട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാകും. പിന്നെ നമുക്ക് PCOD റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഹെയർ ഫോൾ ആണ്. ഹെയർ ഫോൾ ഇസ് ഓൾസോ, അതും നമുക്ക് ഹോർമോണൽ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അങ്ങനെയും നമുക്ക് കാണാറുണ്ട്. സോ പിന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒരു ബോഡി എന്താ പറയുക, നമുക്ക് വണ്ണം കൂടും. യൂഷ്വലി PCOD റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ വണ്ണം കൂടും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഇന്റീരിയർ ഭാഗങ്ങളിലൊക്കെ അതായത് നമ്മുടെ ആംപിറ്റ്, അതുപോലെ നമ്മുടെ താഴെ ഭാഗങ്ങളിൽ, ഗ്രോയിൻ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഡാർക്കനിങ് കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നോർമൽ ആണെന്ന്. അല്ല, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് നല്ല രീതിയിൽ ഡാർക്കനിങ് ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ അത് ഒന്ന് ആ ഒരു ഏരിയ നമ്മൾ കറക്റ്റ് ആയിട്ട് PCOD ഇവാലുവേഷനും ട്രീറ്റ്മെന്റും എടുത്താൽ തന്നെ, ആൻഡ് വെയിറ്റ് റിഡക്ഷൻ പിന്നെ ഞങ്ങളുടെ അടുത്ത് വരിക, ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്കിൻ ശരിയാക്കി നന്നാക്കി കൊടുക്കും. അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇതാണ് PCODയും സ്കിന്നും തമ്മിലുള്ള ഒരു റിലേഷൻ. അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം PCOD ഉള്ളവർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫേഷ്യൽ ഹെയർസ് ആണെന്നുണ്ടെങ്കിൽ മാം പറഞ്ഞതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് അല്ല, ഡാർക്കനിങ് അത് ഏത് ടൈപ്പും ആവാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത്, അതായത് കൂടുതലായിട്ടുള്ള ഹെയർ ഗ്രോത്ത്, അത് നല്ല കട്ടിക്കായിരിക്കും ആ ഹെയർ വരുന്നത്. യൂഷ്വലി നമ്മുടെ ചിൻ ഏരിയ, അപ്പർ ലിപ്പ് ഏരിയ, ബോഡിയിലും നമുക്ക് നല്ല കട്ടിക്ക് നല്ല രീതിയിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ട് വരാം. സോ അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഡോണ്ട് വെറി ഫോർ ദാറ്റ്. എല്ലാത്തിനും നമ്മുടെ അടുത്ത് വന്നാൽ മതി. ഇഫ് യു ആർ, നമുക്ക് അങ്ങനെ ഒരു, ഇപ്പോൾ ചിലരുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, കട്ടി ഹെയർ വന്നിട്ട് പെട്ടെന്ന് ഷേവ് ചെയ്യേണ്ടി വരുന്നു, ഷേവ് ചെയ്ത് നെക്സ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഇത് വരുന്നു, പിന്നെ ഷേവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കുരുപ്പ് വരുന്നു, അലർജി വരുന്നു, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പം ഇതിനൊക്കെ നിങ്ങൾ അറിയുക, പ്രോപ്പർ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. വെച്ചുകൊണ്ടിരുന്ന് വെറുതെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉള്ള തീർച്ചയായിട്ടും ഇപ്പോൾ മാമിനെ പോലെയുള്ളവർ ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. അതെ. അതുപോലെ തന്നെ ഞാൻ പറയാം, PCOD റിലേറ്റഡ് ആയിട്ടും തൈറോയിഡും അങ്ങനെ ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ് കേട്ടോ. തൈറോയിഡ് അബ്നോർമാലിറ്റി ഉണ്ടായാലും വൈറ്റമിൻ D കുറഞ്ഞാലും ഒക്കെ ഈ പറയുന്ന പോലെ ഇതെല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും.
തീർച്ചയായിട്ടും തൈറോയ്ഡ് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണം കൂടും, നമുക്ക് ഈ പറയുന്ന പോലെ കറുപ്പ് ഓരോ ഏരിയാസിലുള്ള കറുപ്പ് കൂടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ വണ്ണം കൂടുക പലർക്കും ഒരു പ്രശ്നമാണല്ലേ, വെയിറ്റ് റിഡക്ഷൻ പറ്റുന്നില്ല അല്ലേ, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഒന്നും കഴിക്കുന്നില്ല പക്ഷേ വണ്ണം കുറയുന്നില്ല. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ആൻഡ് എക്സസൈസ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ച് വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ അതുകൊണ്ട് അതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു റിസർച്ചും സ്റ്റഡിയും ഒക്കെ നടത്തിയിട്ട് ഞാനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗുഡ് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എക്സസൈസ് ആൻഡ് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അത് നല്ല വർക്കൗട്ട് ആവും കേട്ടോ, നല്ല രീതിയിൽ. ഞാൻ ആദ്യം കൊടുക്കുന്നത് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അവർക്ക്. പോസിറ്റിവിറ്റി കൊടുത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മൈൻഡിനെ ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യും. സോ ഇങ്ങനെ ചെയ്ത് ഈ ഒരു മേക്ക് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആൻഡ് ഗുഡ് അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് ഞാൻ അവരെ കുറച്ചൊരു സൈക്കോളജിക്കലി കൂടി ഞാൻ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. അത് ഒരുപാട് എൻ്റെ പേഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. കാരണം നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും ഫേസിലുള്ള ഹെയർസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭയങ്കരമായിട്ടും കോൺഫിഡൻസും ഭയങ്കരമായിട്ടും കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ, ഈ PCOD തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ള ലേഡീസ് എല്ലാം ഒരുവിധം ഇങ്ങനെയാണ്. ഇവർ വരുന്നത് തന്നെ ആ ഒരു രീതിയിൽ. ഞാൻ ഇവരെ കേൾക്കും, ആദ്യം നമ്മൾ അവരെ കേൾക്കണം. ഞാൻ അങ്ങനത്തെ ഒരു ചിലപ്പോൾ അവരെ കേൾക്കാൻ വീട്ടിൽ പോലും ആരും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ അവരെ കേൾക്കും, അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് വേണ്ട എൻകറേജ്മെന്റ് കൊടുക്കും, പ്ലസ് അവർക്ക് വേണ്ട ഡയറ്റ് ടിപ്സ്, അവർക്ക് വേണ്ട സ്കിൻ കെയർ ടിപ്സ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കുന്നത്. സോ അത് നന്നായിട്ട് വർക്ക് ആവും. പലരും ആ ഒരു കൺസെപ്റ്റിൽ പോയിട്ട് നല്ല രീതിയിൽ ചേഞ്ച് വന്ന് എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഹാപ്പിനെസ്. ഓക്കെ, ശരിക്കും ഭയങ്കര ഹാപ്പിയാണല്ലോ ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ഈ ഒരു തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ മോർണിംഗ് ഒരു 8 o'clock സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ നൈറ്റ് 9 വരെ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാമിൻ്റെ ഒരു എന്താ പറയുക വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് ടൈം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അത്രമാത്രം പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. അത് മാത്രമല്ല സംസാരം കേൾക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട് അത്രമാത്രം പാഷനേറ്റ് ആണ്. ഞാൻ ഒട്ടും ടയർഡ് ആവില്ല, ബിക്കോസ് ഡെർമറ്റോളജി എനിക്ക് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കിൻ കെയർ കൊടുക്കാൻ, ടിപ്സ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഒരിക്കലും അതിൽ ടയർഡ് ആവില്ല. ഓക്കെ, അപ്പം നമുക്കത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ ഇനിയൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ നോർമലി നമ്മൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും കാണുന്ന ഒരു ആദ്യം നമ്മുടെ ഫേസിൽ ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചർ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക ബാക്കിയുള്ള ക്രീംസിലേക്ക് അല്ലെങ്കിൽ മേക്കപ്പിലേക്ക് പോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യണം, അങ്ങനെയുണ്ടോ? ശരിക്കും ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത് ജനറലൈസ് ആയിട്ട് ഉണ്ടെങ്കിലും ശരിക്കും ഫോറിൻ കൺട്രീസിലൊക്കെ പുറത്തൊക്കെ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ക്ലൈമറ്റ് ആണ്. അവിടെയൊക്കെയാണ് ശരിക്കും ഈ മോയ്സ്ചറൈസിങ്ങിനൊക്കെ കുറച്ചും കൂടി എഫക്റ്റ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല ഓയിലി സ്കിന്നുകാർ വീണ്ടും ഒരുപാട് മോയ്സ്ചറൈസർ ഇട്ടത് ഓയിലി ആക്കിയാൽ അത് പിമ്പിൾസ് ചിലപ്പോൾ കൂട്ടും. സോ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർ വന്ന് അവരുടെ സ്കിൻ നമ്മൾ ആദ്യം നോക്കും, എങ്ങനെയാണെന്നുള്ളത് നോക്കും. നോക്കിയതിന് ശേഷം നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഏതൊക്കെ സ്റ്റെപ്പ് വേണം, എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടല്ലോ നല്ല റിസൾട്ട് ആയിരിക്കും. റിസൾട്ട് വിൽ ബി ഗുഡ്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ മോയ്സ്ചർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസിങ് ഒരുപാട് ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് വേണ്ട. ആ ഓയിലി സ്കിന്നിനാണ് ഓയിലി സ്കിന്നുകാർക്കുള്ള മോയ്സ്ചറൈസർ ഉണ്ട്. അതിൽ ചില കണ്ടന്റുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക എണ്ണ ഗ്രന്ഥികളുടെയും വിയർപ്പ് ഗ്രന്ഥികളുടെയും ഒക്കെ സുഷിരങ്ങൾ അടയ്ക്കുന്ന രീതിയിലുള്ള കമ്പോണൻസ് ചേരാത്ത ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് തന്നെ വേണം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കൊടുക്കുന്ന ഒരു സൺസ്ക്രീൻ ആയിരിക്കില്ല ഓയിലി സ്കിന്നുകാർക്ക് കൊടുക്കുന്നത്. അതായിരിക്കില്ല ഒരു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് നല്ലത്. അപ്പോൾ അത് പ്രോപ്പറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, അതായത് ഈ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ എന്ന് പറയുന്നത് മേക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമ്മുടെ സ്കിന്നിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്രീം എന്നുള്ളത്. ശരിക്കും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അത് ശരിക്കും എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. എല്ലാവരും പറയും സൺസ്ക്രീൻ ഇടണം, എല്ലാവർക്കും അറിയില്ല അത് എങ്ങനെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തഡ് ഉണ്ട്. അതായത് നമ്മൾ 2 finger tip യൂണിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു 2 finger tip യൂണിറ്റ് അനുസരിച്ച് അതായത് നമ്മുടെ വിരലിനകത്ത് 2 വിരലിൽ നമ്മൾ നിൽക്കുന്ന രീതിയിൽ ക്രീം എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫേസിലും അതുപോലെ നമ്മുടെ നെക്ക് ഏരിയയിലും ഒക്കെ നന്നായിട്ട് പുറത്ത് പോകുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് അത് നമ്മൾ ലൈക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ 4 hours കൂടുമ്പോൾ നമ്മൾ
അപ്ലൈ ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ക്ലൈമറ്റും നമ്മുടെ ആ ഒരു ഇതുമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പ്രോപ്പറായിട്ട് ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് ശരിക്കും എഡ്യൂക്കേറ്റീവ് ആകണം, അതായത് പേഷ്യൻസിലടുത്തേക്ക് എത്തിക്കണം ഇതെങ്ങനെയാണ്, ഞാൻ അതിൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫേസ് ക്ലെൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലൈക്ക് നൈറ്റ് റിപ്പയറിങ് ക്രീംസ് ആണെങ്കിലും നമ്മൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട്, ഈവൻ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അതിനകത്ത് സെറംസ് യൂസ് ചെയ്യുന്നത്, ഷാംപൂ യൂസ് ചെയ്യുന്നത്, ഇത് പലർക്കും അറിയില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് അതിൻ്റെ മെത്തേഡിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. സോ അതാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം മാം സൺസ്ക്രീൻ യൂസ് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഇതും നമ്മൾ നോക്കണ്ടേ? നമ്മുടെ ഹെയർ എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള ഹെയർസിൽ ഏത് ഷാംപൂസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ? തീർച്ചയായിട്ടും. മെയിനായിട്ട് ഡാൻഡ്രഫ് ഉണ്ടോ എന്ന് നോക്കണം. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ നമ്മൾ യൂസ് ചെയ്യണം. ഇത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എനിക്ക് നല്ല കട്ടി താരനാണ്, എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. എല്ലാവരുടെയും വിചാരം എല്ലാ താരനും ഒരുപോലെയാണെന്നാണ്. ഒരിക്കലും അല്ല, എല്ലാ താരനും ഒരുപോലെയല്ല. താരെന്ന് പറഞ്ഞ് കട്ടി താരെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കൊണ്ട് നടക്കുന്നത് ഒരു പക്ഷേ സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻ, അതിൻ്റെ സ്കിൻ കണ്ടീഷൻ നമ്മുടെ തലയിൽ കട്ടിയായിട്ടാണ്, നമ്മൾ താരം പോലെ ഇരിക്കും, പൊറ്റയായിട്ട് പല പല ഏരിയാസിൽ കട്ടിയായിട്ടിരിക്കും. അതുപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് നമ്മുടെ താരൻ. സോറിയാസിന്റെയും സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെയും ഇടയ്ക്കൊരു കണ്ടീഷനുണ്ട്, സെബോ സോറിയാസിസ് എന്ന് പറയും. ഇത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, താരനാണോ മറ്റേതാണോ എന്ന്. അതെ, പലരും അതും നമ്മൾ താരനാണെന്ന് പറഞ്ഞ് നടക്കും. അതുകൊണ്ട് സാധാ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒന്നും അവർക്ക് വർക്ക് ചെയ്യില്ല. അതിനും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരാം, ഞങ്ങൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഞാൻ പറയാണ്, എനിക്ക് എൻ്റെ പേഷ്യൻസിനെല്ലാം തന്നെ ഡാൻഡ്രഫിന് നല്ല റിസൾട്ടാണ്. ഒരുപാട് സ്ഥലത്ത് പോയിട്ടും ഡാൻഡ്രഫ് മാറാത്തവർ എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല ചേഞ്ചാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിത് കറക്റ്റായിട്ട് ഒരു പ്രത്യേക ഫോളോ അപ്പ് ടൈമിൽ നമ്മളിത് പറയും. അപ്പം നമ്മൾ വീക്ക്ലി ത്രൈസ് ഒക്കെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയാം. അതിനുശേഷം നമ്മളത് വീക്ക്ലി ട്വൈസ് ആക്കും, ഞങ്ങളത് നോക്കിയിട്ട്. അതിനുശേഷം വീക്ക്ലി വൺസ് ഞങ്ങൾ ഒരു മെയിൻ്റനൻസ് ഷാമ്പൂ ആയിട്ട് തന്നങ്ങ് വിടും. ഇത് നമ്മളങ്ങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നമുക്ക് താരൻ എന്ന് പറയുന്ന ഒരു റിക്കറൻറ്റ് ശല്യം വരില്ല. ഇത് പലർക്കും അറിയില്ല. അതാണ് പലരും എന്ത് ചെയ്യുന്നറിയാം, യൂസ് ചെയ്തിട്ട് ഒറ്റ നിർത്തങ്ങ് നിർത്തും, പിന്നെ പരിസരത്തോട്ട് പോവില്ല. കുറച്ച് കഴിയുമ്പോൾ താരനെല്ലാം കൂടെ കൂടി ഭയങ്കര കട്ടിയായി. അതെ, എന്നിട്ട് പറയും എനിക്ക് മാറുന്നില്ല. ബട്ട് ദർ ഇസ് എ പ്രോപ്പർ വേ, നിങ്ങളത് ഫോളോ ചെയ്താൽ താരൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ എനിക്കുള്ള ഒരു ഡൗട്ടാണ്, താരൻ ഈ പറയുന്ന പോലെ പകരുന്നതാണോ? പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട്, ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ടവൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ശരിക്കും താരൻ പകരുന്നുണ്ടോ? ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മാലസീഷ്യ ഫർഫർ എന്ന് പറയുന്ന ഒരു ഫംഗസ് നമ്മുടെ തലയിൽ ഓവർ ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓയിൽ നമുക്ക് ഒരുപാട് ഉപയോഗിച്ചാൽ അത് ഈ ഫംഗസിനൊരു വളമാണ്, അതിൻ്റെ ഫുഡാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് കുറച്ച് നല്ലൊരു ഗ്രോയിങ് ഏരിയ ആണ് ഓയിലി സ്കാൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെബോറിക് ഏരിയ എന്ന് പറയുന്നത്, എണ്ണ ഗ്രന്ഥികളുടെ പ്രവർത്തനം കൂടുന്ന ഏരിയ, തലയോട്ടി, നമ്മുടെ ചെസ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗം, പുറം ഭാഗം, അപ്പർ ആംസ് ഒക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ എണ്ണ ഗ്രന്ഥികൾ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവിടെ നമുക്ക് ഇതേ മാലസീഷ്യ എന്ന് പറയുന്ന ഫംഗസ് തേമൽ പോലെയുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാലസീഷ്യ എന്ന് പറയുന്ന ഫംഗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താരൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോർത്ത്, ചീപ്പ്, ഇതൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ ബെഡ്ഷീറ്റിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലേണ കവിയൻ ബെഡ്ഷീറ്റിലൊക്കെ നമുക്ക് ഈ ഡാൻഡ്രഫിൻ്റെ അംശം പറ്റിയിട്ട് അത് വീണ്ടും നമ്മുടെ തലയിലേക്ക് റീ എൻട്രി ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറയും, എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, എനിക്ക് എത്ര ലൈക്ക് തൊണ്ട കഴിച്ചാലും ഞാൻ നിർത്തില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ നിങ്ങളുടെ ബെഡ്ഷീറ്റും തലേണ കവിയനും ഒക്കെ ആഴ്ച ഒരു ദിവസമെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകി വെളുത്തിട്ടുണക്കി യൂസ് ചെയ്യുക. പറ്റുമെങ്കിൽ ചീപ്പും അതുപോലെ തന്നെ നമ്മുടെ തലയുമായിട്ട് സ്കാൽപ്പുമായിട്ട് കോൺടാക്ട് വരുന്ന തോത്ത്, ഇതൊക്കെ ഒന്ന് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ആഡ് ഓൺ ചെയ്യാം. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്, എൻ്റെ അടുത്ത് പല പേഷ്യൻസ് വന്ന് ചോദിക്കുന്നതാണ്, എവിടെ നിന്നൊക്കെയോ വീഡിയോസ് കണ്ടിട്ട് കുടലില് നമ്മുടെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ എൻ്റെ താരം മാറാത്തത് എന്നുള്ളത്. അപ്പോൾ കുടലിൽ ഫംഗസ് ഉണ്ട് എന്നതും താരനുമായിട്ട് അങ്ങനെ നമുക്കൊരു ഡയറക്റ്റ് സ്പ്രെഡിങ് കണക്ഷൻ ഒന്നും അധികം എവിടെയും പലയിടത്തും പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ തലയിലെ താരൻ ഞാൻ ഈ പറയുന്ന പോലെ തൊട്ട് സ്പ്രെഡ് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. മറ്റതും ഇതുമായിട്ട്
അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ പലയിടത്തും പറയുന്നില്ല. ഈ വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. അത് എൻ്റെ അടുത്ത് പേഷ്യൻസ് വന്ന് ചോദിക്കുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് കൺട്രോൾ ചെയ്യേണ്ട ഈ ഒരു രീതിയിലാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും. പിന്നെ ഒരുപാട് റെസിസ്റ്റന്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ വീക്ക്ലി 1 ടാബ്ലറ്റ് വെച്ചിട്ട് ഒരു ടാബ്ലറ്റും കൂടി കൊടുക്കുമ്പോൾ ഫുൾ നല്ല ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു ഏത് സ്പെഷ്യാലിറ്റി ആണോ അത് ആ സ്പെഷ്യാലിറ്റി ഡോക്ടർ അവർ പറയുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഞാനും കണ്ടിട്ടുണ്ട്, അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ വരാൻ വഴിയുണ്ടോ. അപ്പോൾ എന്തായാലും ഈ ഡൗട്ട് അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട്. മാം, ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നോർമലി ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ, മുഖത്ത് മാത്രമല്ല ദേഹത്താണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ കറുത്ത പാടുകൾ ഒക്കെ ഉള്ളത്, ഇതൊക്കെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലരും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകിപ്പിക്കുന്ന ഒരു കാര്യമാണത് അല്ലേ. ശരിക്കും ഇത് നമ്മൾ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒന്നിത് നമുക്ക് സ്പ്രെഡ് ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് പാലുണ്ണി പോലുള്ളത് പാരമ്പര്യം, വിയർപ്പ്, വെയിൽ, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇതിൻ്റെ നമ്പർ കൂടും. ആദ്യം 1 2 ആയിരിക്കും, പിന്നെ അത് കൂടി മണ്ണ് വാരിയിട്ട പോലെ നമ്മുടെ ഫേസിൽ നെക്കിലും ഒക്കെ അങ്ങ് ആവും. അപ്പം ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാം. നമ്പർ കൂടുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. മാത്രമല്ല നമ്മളൊരു ക്രീം ഇട്ടാൽ പോലും നമ്മുടെ ഫേസിൽ ഇത് പിടിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ഗ്രോത്ത് കാരണം. ശരിക്കും ഇതിന് നമുക്ക് കറക്റ്റ് ക്രീം ഒന്നും നല്ലതായിട്ടില്ല, നമുക്കിങ്ങനെ ഇളക്കി കളയുക എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഒരൊറ്റ തവണ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്രീം പുരട്ടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അതൊരു മെഷീൻ വെച്ച് തൊട്ടങ്ങെടുത്ത് കളയും. പെയിൻലെസ് ആണ് പ്രൊസീജിയർ. ഇത് പലർക്കും അറിയില്ല. ഒരു തവണ മതി, ഒറ്റ സിറ്റിങ്ങിൽ നമ്മൾ ആ ഫുൾ സാധനം എടുക്കും. കുറച്ച് ഡേയ്സ് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഇതുമില്ല, നമ്മൾ അറിയത്ത പോലും ഇല്ല. ജസ്റ്റ് ഒരു OP പ്രൊസീജിയർ ആണ്. ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകുന്ന പോലെ ഉള്ളൂ. ഫ്യൂ ഡേയ്സ് നമ്മളൊരു ക്രീം പുരട്ടാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തെടുത്ത് പിന്നെ അത് വരില്ല. ഇല്ല, പിന്നെ നമ്മൾ മാക്സിമം എടുക്കുമല്ലോ. സോ അത് ഇരുന്നാലാണ് നമുക്ക് ഈ പറയുന്ന പോലെ സ്പ്രെഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. സോ ആദ്യം ഞാനൊരു ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറയും, ഈ സാധനം തന്നെ നമ്മൾ എടുത്ത് മുഖം വൃത്തിയാവുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തെളിച്ചം വരും. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഈവൻ ആയി, അതിനകത്ത് വേറെ അങ്ങനെയുള്ള ഗ്രോത്തോ ഔണ്യൊന്നും ഇല്ലാതെ നമുക്ക് അത് തന്നെ ഭയങ്കര ഹാപ്പി ആവട്ടോ പേഷ്യൻസ്. ശരിക്കും അത് എടുത്ത് തിരിച്ച് റിവ്യൂവിന് വരുമ്പോൾ തന്നെ അവര് ഇപ്പോഴാണ് എനിക്ക് എന്റെ ഫേസ് ഒന്ന് ക്ലിയർ ആയത്. സത്യം പറഞ്ഞാൽ ഇതെനിക്കുള്ളൊരു അറിവാണ് കേട്ടോ. കാരണം നമ്മൾ ഈ പാലുണ്ണിയൊക്കെ ഒറ്റ സിറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പലരും വരാത്തതിന്റെ ഒരു മെയിൻ റീസൺ ഇത് ഒരുപാട് തവണ പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊരു അതാണ്. അതുപോലെ പെയിൻഫുൾ ആണോ എന്നൊക്കെ, ഞാൻ വളരെ പെയിൻലെസ് ആയിട്ടാണ്, എൻ്റെ പേഷ്യൻസ് വളരെ പെയിൻലെസ് ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. സോ നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് വെറുതെ നമ്മുടെ എന്താ പറയുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, പൊതുവേ നമ്മൾ നാച്ചുറലി നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ പോകുന്നത് മഞ്ഞള്, അതുപോലെ തന്നെ രക്തചന്ദനം, അലോവേര, ഇതിലേക്കൊക്കെയാണ്. ഇപ്പോൾ രാത്രിയിൽ പോലും അലോവേര ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരെ നമ്മൾ കാണാറുണ്ട്. അതിനകത്ത് എത്രമാത്രം, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ നല്ല കുറച്ച് കമ്പോണന്റുകളുണ്ട് നമ്മുടെ ഫേസ് സ്കിന്നിനെ കുറച്ച് നല്ലതാക്കുന്നത്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയല്ല. അപ്പം ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ മുഖത്ത് ചെറിയ വെള്ള കളറിലെ പാടുകൾ, തേമൽ പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടാവും. ഇതിന് കാരണം നമ്മൾ ഡയറക്റ്റ്ലി എടുക്കുന്ന ഈ മഞ്ഞളും രക്തചന്ദനവും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ എടുത്ത്, എന്ന് വെച്ചാൽ ഫംഗൽ കണ്ടാമിനേഷൻ വരും അതിനകത്ത്, ഫംഗസ് എങ്ങനെയെങ്കിലും ഒക്കെ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കുറച്ച് അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പലർക്കും ഈ ഫേസിൽ തേമൽ പോലെയുള്ളത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരും. നമ്മളിപ്പോൾ ഈ മഞ്ഞളാണെങ്കിലൊക്കെ അതിനകത്ത് നല്ല കമ്പോണന്റും ഉണ്ട്, എന്നാൽ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കമ്പോണന്റും ഉണ്ട്. അതിനെ വേർതിരിച്ച് നല്ലത് മാത്രമാക്കിയാണ് നമ്മൾ പല ക്രീമുകളായിട്ട് വരുന്നത്. അതിനകത്ത് അത് പ്യുവർ ഫോമാണ്, അതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള ഒന്നും കാണില്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ആലോവേര ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളത് പറിച്ചെടുക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷാംശം ഉണ്ടാകാം. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടും എന്തിനാണ് ആ കമ്പോണന്റ് ഉള്ള, അതിൽ നിന്ന് എടുത്ത കമ്പോണന്റ് തന്നെയുള്ള ക്രീമുകൾ നമുക്കുണ്ട്, നല്ല റിസൾട്ട് വരുന്ന രീതിയിലുള്ളതുണ്ട്. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അലർജിയും ഫംഗൽ ഇൻഫെക്ഷനും ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റിലേറ്റഡ് ആയിട്ട് പലരും, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു, തക്കാളിയോ എന്തൊക്കെയോ മുഖത്ത് ഇട്ടതിന് ശേഷം. അപ്പം മുഖത്ത് ആള് വന്നത് മുഖത്ത് വെള്ള കളറിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പാച്ചസുമായിട്ടാണ് വന്നത്. അത് ഫംഗസ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനുള്ള കാരണവും ഞാൻ അപ്പോൾ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്കിങ്ങനെ അതെ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ വേറൊരു ഇത്. അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട, ഇപ്പം അങ്ങനെയുള്ള ഇത് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, ഈ രണ്ട് കാര്യങ്ങളാണ്, കണ്ടാമിനേഷനും അതുപോലെ തന്നെ ചില
ടൈപ്പ് ഓഫ് ടോക്സിസിറ്റി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ തൈര് യൂസ് ചെയ്യുന്നതും നമ്മുടെ മുഖത്തിന് എത്രമാത്രം അതിലും എനിക്ക് ഇതാണ് പറയുന്നത്. തൈരിനകത്തും ഈ പറയുന്ന പോലെ നല്ല കമ്പോണന്റ് ഉണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഫേസിൽ അലർജി ഉണ്ടാക്കും കേട്ടോ. അലർജി ശരിക്കും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല സിവിയർ അലർജി അടിച്ച് വരുന്ന പേഷ്യൻസും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, ലൈക്ക് അതിൽ കുറച്ച് കമ്പോണന്റ് നല്ലതാണ്, പക്ഷെ പ്രോപ്പറായിട്ട് നമ്മളത് യൂസ് ചെയ്യേണ്ട രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഹെയറിലേക്ക് വരികയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഹെയറിൽ ഇപ്പോൾ പറയുന്ന പോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും സലൂൺസ്, ബ്യൂട്ടി പാർലേഴ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെയാണ് ഈ കെരാറ്റിൻ സ്മൂത്തനിങ്, ഹെയർ സ്മൂത്തനിങ്, ബ്ലോ ഡ്രൈ, അങ്ങനെ കുറേ എനിക്ക് കുറേ ട്രീറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഹെയറിനെ ആദ്യം പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് മാം അത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺസ് ആണ് അല്ലേ, കൺസേൺ ആണ്. അപ്പം എവിടെ നോക്കിയാലും മുടി പൊഴിയുന്നു, മുടി വീഴുന്നു എന്നുള്ളൊരു കൺസേൺ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എപ്പോഴാണ് നമ്മൾ അലേർട്ടിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ഒരു ദിവസം നോർമലി ഒരു 100 മുടി വരെയോളം ഹെൽത്തി ആയിട്ട് കൊഴിയാമെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ഒരുപാട് സിവിയർ ആയിട്ട് പോകുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ മുടി കൊഴിച്ചിലും ഒരുപോലെയല്ല എന്നുള്ളത് അറിയണം. അത് പല കാരണങ്ങളാണ് മുടി കൊഴിച്ചിലിനുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ബ്ലഡിൽ തൈറോയ്ഡ്, വിറ്റാമിൻ ഡി, ഫെറിറ്റിൻ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ബ്ലഡിൽ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ മുടി കൊഴിയും, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി. അപ്പം മുടി കൊഴിച്ചിലായിട്ടായിരിക്കും നമ്മുടെ പേഷ്യൻ്റ് വരുന്നത്. അവർക്ക് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കൈകാൽ കഴപ്പ്, താല്പര്യക്കുറവ്, ക്ഷീണം, ഉറക്കം, മന്ദത, ഇതെല്ലാം വിറ്റാമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വരാണെങ്കിൽ ആദ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് പറയും. അത് ചെയ്ത് അത് നോർമൽ ആക്കുമ്പോൾ തന്നെ കുറേ കൊഴിച്ചിൽ നിൽക്കും. എന്നിട്ടേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. പലരും എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇതൊന്നും നോക്കാതെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഓയിലെല്ലാം വാരി തേക്കും, പൈസ കുറേ പോകും. ശരിക്കും ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. അതുപോലെ നമ്മൾ അതിനുശേഷം ആദ്യം നമ്മൾ ഹെയർ ഫോൾ ഒന്ന് അസസ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഹെയർ ഫോളും ഒരുപോലെ അല്ല എന്നുള്ളത്. നമുക്ക് ഇപ്പം നമ്മൾ ആണുങ്ങളിലെ കഷണ്ടി പറയില്ലേ, ആൻഡ്രോജെനിക് അലോപേഷ്യ, അതുപോലെ ഫീമെയിൽസിൽ വരുന്ന കണ്ടീഷനാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. പക്ഷെ അത് കാണപ്പെടുന്നത് നമ്മുടെ പാർട്ടീഷനിലെ മുടി വകുക്കുന്ന അത് വൈഡൻ ആയി വരുന്നു. പക്ഷെ അതിന്റെ വിഡ്ത്ത് ഇങ്ങനെ കൂടി വന്നത് ഒരു വല്ലാത്ത സ്റ്റേജിലാവും. മറ്റവരെ പോലെ അല്ല അത് നമ്മുടെ ഫീമെയിൽസിൽ കാണുന്നത്. അപ്പൊ നമ്മൾ സാധാ മുടി കൊഴിച്ചിലിന്റെ എണ്ണ അതിൽ ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിൽ നിൽക്കൂ? ഇല്ല. നമ്മൾ അതുപോലെ ആൻഡ്രോജെനിക് അലോപേഷ്യക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുത്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. അത് നമ്മൾ അസസ് ചെയ്യും, കണ്ടുപിടിക്കും അതെങ്ങനെയാണെന്നുള്ളത്. സോ അതുപോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പിന്നെ ഇപ്പോൾ നല്ല ട്രീറ്റ്മെന്റുകളുണ്ട് കേട്ടോ. അതായത് PRP, GFC എന്നൊക്കെ പറയുന്നത്. അപ്പോൾ PRP എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി. അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടെ പുതിയതാണ് GFC, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത്. നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് അത് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ബ്ലഡ് എടുത്തിട്ട് അത് നമ്മൾ ഒരു മെഷീനിൽ വെച്ച് കറക്കി നമ്മുടെ മുടിക്ക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് മാത്രം വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തായിട്ട് എവിടെയൊക്കെയാണോ ഹെയർ ഫോൾ കൂടുതൽ അവിടെ നമ്മൾ കൊടുക്കും, അവിടെ ആയിട്ട് നമ്മൾ കൊടുക്കും. പെയിൻലെസ് ആണ്, വെരി പെയിൻലെസ് പ്രൊസീജിയർ ആണ്. സോ അത് നമ്മൾ മന്ത്ലി വൺസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇതിന്റെ കൂടെ നമ്മൾ സെറവും ടാബ്ലറ്റും കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് സെറം മാത്രമായാലും മതി, ടാബ്ലറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല റിസൾട്ട് ആയിരിക്കും പേഷ്യൻസിന്. ഒരുപാട് മുടി കൊഴിയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. മുടി പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും മുടിയാണ് അല്ലേ. അപ്പോ സ്ത്രീകൾക്കും, പക്ഷെ പുരുഷന്മാരുടെ ലൈക്ക് അവർക്ക് സ്കിന്നിലും ഫ്രണ്ടിലും എൻ്റെ അടുത്ത് പലരും വന്ന് പറയുന്നതാണ് എന്റെ ഹെയർ ആണ് എന്റെ എല്ലാം. അപ്പൊ നമ്മൾ ഒരുപാട് കൊഴിഞ്ഞിട്ട് കിളിപ്പിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. ഒരുപാട് എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ്സ് ആണ്. നമുക്ക് മറ്റുള്ളവരുടെ നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിംഗും ഒക്കെ വരും, അവരുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹെയർ ഫോൾ നോക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹെയർ ഫോൾ എന്ന് തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ കൺസൾട്ടേഷൻ എടുക്കുക. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പിലൂടെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഒരുപാട് കൊഴിയുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും കേട്ടോ, തീർച്ചയായിട്ടും പറ്റും. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മാമിനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഈ പറയുന്ന പോലെ സലൂൺസ് ആണ്, ബ്യൂട്ടി പാർലേഴ്സ് ആണ്, അതും ഇത്ര ഓഫേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് അത്രമാത്രം അപ്പോൾ ഹെൽത്തി അല്ല എന്നുള്ളതാണോ? അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റോട് കൂടി വരുന്ന ചില സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം ഒന്ന് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡെർമറ്റോളജി ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രമേ. ഇപ്പം ഞാൻ ഭയങ്കര ഹെയർ തിന്നിങ് ഉള്ളവർ വന്നിട്ട് അതിനകത്ത് പോയി സ്മൂത്തനിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര
സിവിയർ ഹെയർ ഫോൾ ആയിരിക്കും ഉണ്ടാവുക. അത് ഭയങ്കര. അപ്പം നമുക്ക് നമ്മളുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ പോവുക, എന്താണെന്നുള്ളത് നമ്മൾ അഡ്വൈസ് ചെയ്ത് തരും. അതിനനുസരിച്ചിട്ട് പോയി ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെയറിനെ നല്ലൊരു സെറ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, ഹെയർ ആണല്ലോ, ഹെയർ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനുണ്ടല്ലോ, മേക്ക് ഓവറിൻ്റെ കൂടെ ഞാൻ ഹെയർ സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനത്തെ ഹെയർ ആണ്, നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കൂ, ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറയും. സോ അതും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് പോലും ഞാൻ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. സോ അതും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ഗുഡ് ചേഞ്ച് ആയിരിക്കും. ഡെർമറ്റോളജിസ്റ്റ് മാത്രമല്ല, ഒരു സ്റ്റൈലിസ്റ്റ് കൂടിയിട്ടാണ് നമ്മുടെ ഡോക്ടർ അലീഷ. ഓക്കെ, ഇപ്പം മാം, ഇപ്പോൾ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിനി അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ സ്പ്ലിറ്റനിങ് ഉണ്ടല്ലോ, ഇതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മളെ പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയർ കെയർ ചെയ്യാത്തത്, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കണക്റ്റഡ് ആയിട്ടാണ് ഈ പറയുന്ന പോലെ തിന്നിങ് ഓഫ് ഹെയർ, ഹെയർ സ്പ്ലിറ്റിങ്, അൺഹെൽത്തി ഹെയർ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടിയും നമുക്ക് നേരത്തെ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടായിരുന്നോ അത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹെയർ ഗ്രോത്ത് നമ്മൾ കാണുന്നില്ല. അതായത് ഒരു പോയിന്റിൽ വെച്ചിട്ട് ആ ഹെയർ ഗ്രോത്ത് അവിടെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? മീൻസ് ഒന്ന് കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ തന്നെയും ഹെയർ പഴയ ആ ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ അത്രയുമേ ഉള്ള മുടി പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, നമുക്ക് യൂഷ്വലി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് നല്ല വൈറ്റമിൻ, അറിയാലോ, ഹെയർ ഗ്രോത്തിന് മെയിൻലി വേണ്ടത് പ്രോട്ടീന്, അയണ്, കാൽഷ്യം, ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പോലും നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് എഗ് വൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് പാട നീക്കിയ പാൽ ഒരു ഗ്ലാസ് കുടിക്കാം, അതുപോലെ നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, ഡേറ്റ്സ് ഫോർ അയൺ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡയറ്റിൽ പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വൈറ്റമിൻ കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ നോർമലി ഹെൽത്തി ആയിട്ട് ഹെയർ കറക്റ്റായിട്ട് പൊയ്ക്കോളും. പിന്നെ ബ്രേക്കേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ ഹെയറിൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് അത് ഡാമേജ് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഭാവം കൊണ്ടോ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടോ, അതായത് പ്രോട്ടീനൊക്കെ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം യൂഷ്വലി അങ്ങനെ വരുന്നത്. ഇനി വലിയ അതായത് ചെറിയ പ്രായത്തിലെ ഉള്ള അകാല നരകളുണ്ടല്ലോ, പൊതുവേ നമ്മളിപ്പോൾ കാണുന്നതാണ് കുട്ടികൾക്ക് നരകൾ വന്നു തുടങ്ങുന്നത്. അതെന്താണ്? അതിൻ്റെ ഒരു സയന്റിഫിക് കാരണം എന്താണ്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. നമുക്ക് നമ്മുടെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ നേരത്തെ നരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നരയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചില വൈറ്റമിൻ B12, വൈറ്റമിൻ D, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് അപ്പോൾ ഇങ്ങനെ വരുന്ന പേഷ്യൻ്റ് നമ്മൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. പലർക്കും തൈറോയിഡ് പ്രശ്നം ഉണ്ടാവാം, ചിലപ്പോൾ വൈറ്റമിൻ B12 പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ഡയറ്റും, അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ചും കൂടെ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സെറംസും ടാബ്ലറ്റ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇരുന്ന് ബുദ്ധിമുട്ടി എന്തിനാണ്, എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൺസൾട്ടേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനി നമ്മൾ നെയിലിലേക്ക് വരുവാണ്. അതായത് നമ്മുടെ നെയിലും അത്ര മനോഹരമാക്കി തരുന്നത് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ആണെന്നേ കുറച്ച് മുന്നെയാണ് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നഖത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നഖത്തിലുണ്ടാകുന്ന ചെറിയ വെള്ളപ്പാടുകൾ, അതുപോലെ തന്നെ പെട്ടെന്ന് കീറിപ്പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ശരിക്കും പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നഖവും ഞങ്ങൾ തന്നെയാണ്, നഖത്തിനെ പറ്റി പഠിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. പറഞ്ഞപ്പോഴാണ് അതെ. അപ്പോൾ നഖം ശരിക്കും നമുക്ക് പല സ്കിൻ ഡിസീസുകളും നഖത്തിലും പ്രതിഫലിക്കാറുണ്ട്. ഓരോ സ്കിപ്പ് സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം, അതിന് നമുക്ക് നഖത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ അത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകമാണ്. എല്ലാം നഖത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ല എന്ന് മനസ്സിലാക്കാം. ഫംഗൽ ഇൻഫെക്ഷൻ നഖത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്. എക്സിമയ്ക്ക് നഖത്തിൽ ഒരു പ്രത്യേക ചേഞ്ച് വരുത്തും, സോറിയാസിസ് വരുത്തും, ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞ സ്കിൻ അസുഖം നമുക്ക് നഖത്തിൽ ഇതിനെല്ലാം പ്രത്യേകമാണ് കാര്യങ്ങൾ. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഒരുപാട് ഇപ്പോൾ പലർക്കും ഒത്തിരി നാൾ നഖവും കൊണ്ട് നടക്കുന്നു, എനിക്കത് ശരിയാവുന്നില്ല, അങ്ങനെ ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനിലൂടെ ഞങ്ങൾക്കത് ട്രീറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പം എല്ലാത്തരം കേട്ടോ, അതായത് നഖത്തിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവുക, നഖത്തിന് മഞ്ഞ കളർ വരിക, നഖവുമായിട്ട് ചേർന്നിട്ട് പലരും നഖവും അതായത് നമുക്ക് നമ്മുടെ നഖത്തിൽ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചർമ്മമുണ്ട്, അതായത് നമ്മുടെ തൊലിയും നഖത്തിന്റെ ഇടയ്ക്കുള്ളത്. ഈ നമ്മൾ പാർലറൊക്കെ പോകുമ്പോൾ ക്യൂട്ടിക്കിൾ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരയ്ക്കും, അതൊരിക്കലും ചെയ്യരുത്. ശരിക്കും അത് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് വെച്ചാൽ പ്രൊട്ടക്ടറാണ്. അത് ഒന്ന് ഇളകി കഴിഞ്ഞാൽ അതിൽ കൂടെ അണുക്കളെല്ലാം കയറിയിട്ടാണ് നമുക്ക് നഖം വീർത്തിട്ട് നമുക്ക് പെരോണൈക്യ എന്ന് പറയുന്നൊരു കണ്ടീഷൻ, വേദനയോടുകൂടി
കൂടി നഖത്തിൻ്റെ അറ്റം നമ്മുടെ വിരലിൻ്റെ ടിപ്പ് ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. അതുപോലെ പലരും വിചാരിക്കും നാഗം അങ്ങ് കയറ്റി വെട്ടാം, നാഗത്തോട്ട് വെട്ടരുത്. അതും ഈ ഒരു പറഞ്ഞ പോലെ ക്യൂട്ടിക്കിളിനെ നശിപ്പിക്കും. അതിനിടയ്ക്ക് വിടവ് വരരുത് നാഗവും തൊലിയുടെ ഇടയ്ക്ക്. അതിൽ കൂടെ അണുക്കൾക്ക് അതൊരു വലിയ വേ ആണ് അകത്തോട്ട് കയറാൻ. അതിലൂടെയാണ് നമുക്ക് പെരോണൈക്ക എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പൊ അത് എനിക്ക് പലപ്പോഴും പറയണമെന്നുണ്ടായിരുന്നു പേഷ്യൻസിനോട്, ഈ പറയുന്ന പോലെ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇതാണ് നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ, അത് വന്ന് നിങ്ങൾ ഇങ്ങനെ കയറ്റി വെട്ടുക, പാർലറിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ വരിക എന്നൊക്കെ പറയുന്നത്. മാം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, ചില വീഡിയോസ് കാണുമ്പോൾ നമ്മളുടെ നഖത്തിന്റെ സൈഡിലുള്ള തൊലി പോലെ ഇങ്ങനെ എടുത്തെടുത്ത് അതിങ്ങനെ ക്യൂട്ടിക്കിൾ അവരിങ്ങനെ അപ്ഗ്രേഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുമ്പോഴേ പലപ്പോഴും അത് ഒരുപാട് കയറ്റാൻ പാടില്ല. അതിന്റെ ഇടയ്ക്കുള്ള ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് അതിലൂടെ കയറാം. ഓക്കെ. അപ്പോൾ ലാസ്റ്റ്ലി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. മാരേജ് എടുക്കുന്ന പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ഉത്ബോധമൊക്കെ വരും. കല്യാണം എടുത്തു, ഇനി എങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫേസ് ഒന്ന് കുറച്ച് ബ്രൈറ്റൻ ആക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഹെൽത്തി ആക്കണം, മൊത്തത്തിലൊന്ന് ഹെൽത്തി ആവണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ട്. അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ മാരേജിന്റെ സമയത്താണല്ലോ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കേണ്ടത്. അപ്പൊ ആ സമയത്താണ് ശരിക്കും ഇതുകൊണ്ട് ഗുണവും അല്ല ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് നല്ല പ്രപ്പോസൽസ് വരിക അല്ലേ, അതാണ്. അതുപോലെ തന്നെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ഡേ ആണല്ലോ. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണോ, അയ്യോ എന്ത് ചെയ്യും, എവിടെ പോകണം, ഏത് പാർലറിൽ പോകണം അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നല്ലൊരു പ്രോപ്പർ അപ്പോൾ എൻ്റെ അടുത്താണ് പേഷ്യൻ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ സ്കിൻ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് കോംപ്ലക്ഷനായിട്ട് സ്കിന്നൊന്നും നോക്കാതെ ടാൻഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പീലിംഗ് പോലെയുള്ള കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറയുന്ന പ്രൊസീജിയറുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ സ്കിന്നിൻ്റെ പുറത്തുള്ള കറുത്ത പാടുകൾ അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് സ്കിന്നിന് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷനിലേക്ക് വിടുന്നതാണ്. അത് ഞങ്ങളാണത് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയും, പ്രത്യേകിച്ച് യെല്ലോ പീലൊക്കെ ആണെങ്കിൽ നല്ല ചേഞ്ച് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു സ്കിന്നിന് നല്ലൊരു ഫെയർനെസ്, ഒരു ഗ്ലോ, നമ്മുടെ ടാൻഡ് സ്കിന്നൊക്കെ പോയിട്ട് അതിനുശേഷം നമ്മൾ നല്ലൊരു സ്കിൻ കെയർ റൂട്ടീനും കൊടുക്കും. ആ ഒരു റൂട്ടീനും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടെ ചിലർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡഡ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഡാമേജ്, ഫ്രീ റാഡിക്കൽ ഡാമേജ് സ്കിന്നിന് പറ്റിയാൽ ഗ്ലൂട്ടാത്തിയോണും കൂടെയൊക്കെ എടുക്കാം. ഇത് കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരു ഗുഡ് മേക്ക് ഓവർ ആയിരിക്കും ആ ഒരു ടൈമിൽ വരിക. ഇതിലെന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും? ഇഫ് യു ആർ അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് അണ്ടർ എ പ്രോപ്പർ ഡെർമറ്റോളജി ഡോക്ടർ, നിങ്ങൾ സേഫ് ഹാൻഡ്സിലാണ്. അതുകൊണ്ട് അത് നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം തന്നെ ഞാൻ പറയാം, അലർജി വരുന്ന സ്കിൻ ആണെങ്കിൽ ഞാൻ അത് അപ്പോഴേ നോട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ കാണുന്നതാണ് പല പേഷ്യൻസും ഈ മാരേജിൻ്റെ അന്ന് വന്ന് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, നെക്സ്റ്റ് ഡേയിൽ അലർജി അടിച്ചിട്ടൊന്നും ആലോചിച്ച് നോക്കുകയും മാരേജ് കഴിഞ്ഞിട്ട് വേറെ വീട്ടിൽ പോയി അടുത്ത ദിവസം ഫേസ് ഫുൾ അലർജിയായി വീർത്ത് ചുമന്ന് അങ്ങനെ വന്ന പേഷ്യൻസ് എനിക്കുണ്ട്. ഭയങ്കര കഷ്ടമാണ്. അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ ഒക്കെ കൊളാവും. കാരണം ഇങ്ങനെ അത് അങ്ങനെയുള്ള കണ്ടീഷൻസ് കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ ശരിക്കും ഒരു താൽക്കാലികമായിട്ടുള്ള ബ്യൂട്ടി പാർലർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ മേക്കപ്പ് മാത്രമല്ല നമുക്ക് ആ സമയത്ത് വേണ്ടത്. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് ചെന്നിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ നെക്സ്റ്റ് ഡേ വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്കിൻ നല്ലതല്ല, ഗുഡ് അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും അല്ലേ നമുക്ക് എപ്പോഴും മേക്കപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് സ്കിൻ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. സോ അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മുടെ സ്കിൻ ഹെൽത്തി ഗ്ലോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഏത് മേക്കപ്പ് അഴിച്ചാലും കുഴപ്പമില്ല. വി ആർ ബ്യൂട്ടിഫുൾ. ഇനി ലാസ്റ്റ്ലി ഒരു ചോദ്യം കൂടി. ഇപ്പം നമ്മൾ ഒരുപാട് നമുക്ക് ഞാൻ കുറേ ചോദ്യങ്ങൾ മാമിനോട് ചോദിച്ചിട്ടുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റ്ലി ഒരു ചോദ്യം കൂടെ. നമ്മളെ ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി സ്ത്രീകൾ, അവരോട് ഇപ്പോൾ ഈ പറയുന്ന പോലെ അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്ത്രീകൾ ഒരുപാട് ഹോർമോണൽ അല്ലേ, പലർക്കും സ്ത്രീകൾക്ക് നമുക്കിപ്പം പീരിയഡ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നമുക്ക് കുറേ മൂഡ് സ്വിങ്സ്, ടെൻഷൻസ് അല്ലേ, അതുപോലെ പോസ്റ്റ് മെനോപോസലായിട്ട് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ, ഇതെല്ലാം സ്ത്രീകളെന്ന് വെച്ചാൽ ഹോർമോൺ ഡ്രിവൺ ആണ് ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ നമുക്ക് കൊണ്ട് സന്തോഷം തരുമെന്നും പറഞ്ഞിരിക്കുകയേ ചെയ്യരുത്. നമ്മളുടെ സ്വന്തം സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു സ്കിൻ കെയർ, ബോഡി കെയർ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈവൻ നമുക്കൊരു റിജക്ഷൻ വന്നോ, ഇനി ഈവൻ ചിലരുണ്ട് ലൈക്ക് ഇപ്പം നമുക്ക് മാരേജ് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഡിവോഴ്സ് ആയി ഡൗൺ ആയിരിക്കുന്നവർ, ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആരാണെങ്കിലും ഞാൻ പറയുന്നത് റൈറ്റ് വേ കം ടു അസ്, ഞങ്ങളുടെ അടുത്തേക്ക് വരിക.
നിങ്ങളെ ഇൻ ആൻഡ് ഔട്ട് മൊത്തത്തിൽ നല്ല രീതിയിൽ ഒരു ചേഞ്ച്, ഒരു മേക്ക് ഓവർ വന്ന് മൊത്തത്തിൽ അതാണ് നമ്മുടെ ഏറ്റവും ഗുഡ് ആയിട്ടുള്ള ഒരു സ്വീറ്റസ്റ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്, ടു ബിക്കം ബ്യൂട്ടിഫുൾ എന്നുള്ളത്. നമ്മളെ നേരത്തെ റിജക്ട് ചെയ്തത് ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ബ്രേക്കപ്പ് ആയിക്കോട്ടെ, ഡിവോഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് കം. അതിനുശേഷം നമ്മൾ മൊത്തത്തിലൊരു ഹെയറും സ്കിന്നും എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊരു അതിൻ്റെ പുറകിൽ അതിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. നമ്മൾ ബാക്കി ഒന്നും ശ്രദ്ധിക്കത്തില്ല, ബാക്കി എന്തായിക്കോട്ടെ എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ, ബിക്കോസ് അത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് ഇതിൽ നിന്ന് വരും. സോ ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡോണ്ട് സിറ്റ് ഐഡിൽ. നിങ്ങൾ വെറുതെ വിഷമിച്ചിരിക്കരുത്. എന്തും സംഭവിച്ചോട്ടെ, നമ്മൾ നമ്മുടെ ഒരു ഗുഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഗുഡ് ഹെൽത്തി സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അതാണ് നമ്മുടെ ഹാപ്പിനെസ്. അതിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നില്ല. അതാണ് ഇതിലും നല്ലൊരു മോട്ടിവേഷൻ ഈ ഒരു ദിവസം കിട്ടാനില്ല. മാമിനെ പെട്ടെന്ന് കിട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റിന് മാമിൻ്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെ മാമിനെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും മാമിനെ? ഒന്ന്, ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതായത് ഞാൻ MTM മിഷൻ ഹോസ്പിറ്റൽ ശാസ്താംകോട്ട, എബനീസർ ഹോസ്പിറ്റൽ കായംകുളത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കായംകുളത്ത് എബനീസർ ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പുതിയകാവ് ജംഗ്ഷനിൽ എൻ്റെ വീടുണ്ട്, അവിടെ ഞാൻ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ ബുക്കിംഗ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ്, നിങ്ങൾക്ക് എപ്പോൾ കാണണമെങ്കിലും അവിടെ ഞാൻ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ അടുത്ത് എവിടെയാണെന്നുള്ളത് അപ്പോൾ തന്നെ അതിനകത്ത് പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് കാണാം, നിങ്ങളുടെ കൺസേൺസ് പറയാം. അപ്പോൾ മാമിനെ കാണണമെന്നുണ്ടെങ്കിൽ, അതെല്ലാം കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ തരുന്നതായിരിക്കും. 9388202455 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഒരിക്കൽ കൂടി പറയാം കേട്ടോ, 9388202455. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളത് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാമിനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും മാമിൻ്റെ അടുത്ത് പറയാവുന്നതായിരിക്കും. നല്ലൊരു ബെസ്റ്റ്, നിങ്ങളെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി എന്തായാലും എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം ഡെർമറ്റോളജിയോടും അതുപോലെ തന്നെ കോസ്മെറ്റോളജിയോടും പാഷനുള്ള ഒരാളാണ് ഡോക്ടർ അലീഷ. ആൻഡ് മാം, താങ്ക് യു സോ മച്ച്. നമ്മളിവിടെ വിളിച്ചപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരാളാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. കാരണം ഇത്രയും ഹോസ്പിറ്റൽസിൽ ഓടി എത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആൻഡ് വിളിച്ചപ്പോൾ ഓടി എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോഴും നേരെ നമ്മൾ എബനേസറിലേക്ക് പോവാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇവിടേക്ക് എത്തുക എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ.